പണ്ടൊരു കാലത്ത് ഒരു കഴുത ജീവിച്ചിരുന്നു. ഒരു ദിവസം അത് നടന്നു വരുമ്പോൾ അതിന്റെ കാലിൽ മൂർച്ചയുള്ള ഒരു മുള്ള് തറച്ചു. എനിക്ക് വേദനിക്കുന്നു. ഇല്ല, വേദനിക്കുന്നില്ല, എന്നാലും കരയാൻ തോന്നുന്നു. പക്ഷെ ഞാൻ കരയില്ല, വേദന സഹിക്കാൻ വയ്യല്ലോ. എന്റെ അമ്മോ. കഴുത കരയാൻ തുടങ്ങി. അത് വളരെ ഒച്ച വെച്ച് കരയാൻ തുടങ്ങി. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തോ ചെയ്യും? കരഞ്ഞുകൊണ്ട് അത് തറയിൽ കാല് വെക്കാൻ നോക്കി. പക്ഷേ മുള്ളു തറച്ചതുകൊണ്ട് അതിന്റെ കാൽ അതിന് തറയിൽ വെക്കുവാൻ പറ്റിയില്ല. അപ്പോൾ ആ വഴി ഒരു കുറുക്കൻ വന്നു. കുറുക്കൻ, എന്നെ രക്ഷിക്കൂ. എനിക്ക് വല്ലാതെ വേദനിക്കുന്നു. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. എന്റെ കാലില് മുള്ളു തറച്ചിട്ടുണ്ട്. വേദനിക്കുന്നു. ഞാൻ എന്ത് ചെയ്യും? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ കുറുക്കനോട് കഴുത സംസാരിക്കുവാൻ തീരുമാനിച്ചു. അയ്യോ, വേദനിക്കുന്നേ. സുഹൃത്തേ, രക്ഷിക്കണേ. എന്താ സുഹൃത്തേ, നിനക്ക് എന്ത് പറ്റി? സുഹൃത്തേ, എന്റെ കാലില് മുള്ളു തെറിച്ചിട്ടുണ്ട്. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. രക്ഷിക്കൂ. നിന്റെ വലിയ പള്ളുകൊണ്ട് ഈ മുള്ളൊന്ന് എടുക്കൂ. എന്നെ സഹായിക്കൂ സഖാവേ. എനിക്ക് വേദന സഹിക്കാൻ വയ്യ. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്നത് സത്യമാ, എന്നെ വിശ്വസിക്ക്. എന്റെ ജീവൻ പോകുന്നതിന് മുമ്പ് എന്റെ കാലിലിരിക്കുന്ന മുള്ളെടുക്ക്. പിന്നെ വേണമെങ്കിൽ കൊന്നോ. പക്ഷേ നിന്റെ കാലിലുള്ള മുള്ള് ഞാൻ എടുത്തു കളഞ്ഞാൽ പിന്നെ നീ എന്തിനു മരിക്കണം? എന്തിനു മരിക്കണം പറ. കാരണം എനിക്ക് വേദന സഹിക്കാൻ വയ്യ. എന്നെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്ക് സഖാവേ. ശരി, വിഷമിക്കണ്ട. എന്റെ ഈ കൂർത്ത പല്ലുകൊണ്ട് ഞാനിത് എടുത്തോളാം. മുള്ളെടുക്കുമ്പോ വേദന ഉണ്ടാവില്ലേ? പേടിക്കണ്ട, നിന്റെ കാലൊന്ന് ശരിക്ക് നീട്ടി വെക്ക്. എന്നാ മുള്ളെടുക്കാൻ എളുപ്പമാകും. സഹിക്കാൻ വയ്യ. പതുക്കനെ. ഈ മുള്ളെടുത്തതിന് ശേഷം ഇവനെ ചവിട്ടിക്കളയണം. ഞാൻ നിന്റെ കാലിലുള്ള മുള്ളെടുത്തു. ഇപ്പൊ നിനക്ക് വേദന ഇല്ലല്ലോ. കഴുത തന്റെ മുഴുവൻ ശക്തിയും പ്രയോഗിച്ച് ആ കുറുക്കനെ ചവിട്ടിത്തള്ളി. പാവം, കുറുക്കന്റെ പല്ല് പൊട്ടിപ്പോയി. കഴുത ഓടി രക്ഷപ്പെട്ടു. അയ്യോ എന്റെ ദൈവമേ, ഞാൻ അവന് ഉപകാരം ചെയ്യാൻ പോയി. എന്റെ പല്ലെല്ലാം കൊഴിഞ്ഞു പോയല്ലോ ദൈവമേ. ഇനി ഞാൻ എന്ത് ചെയ്യും? കഴിക്കാൻ പല്ലുണ്ടാവില്ലല്ലോ. ആൾക്കാരറിഞ്ഞ് നമ്മൾ സഹായിക്കണം. കുട്ടികളെ, ഇങ്ങനെ ആവശ്യമില്ലാത്തവർക്ക് സഹായിച്ചാൽ എങ്ങനെ സംഭവിക്കും? ഒരു കാട്ടിൽ ഒരു ആൺകുറുക്കനും പെൺകുറുക്കനും താമസിച്ചിരുന്നു. അവർ തമ്മിൽ വളരെ വളരെ ഇഷ്ടമായിരുന്നു. ആൺകുറുക്കന് പെൺകുറുക്കൻ എന്ന് വെച്ചാൽ ജീവനാണ്. അവളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ആൺകുറുക്കൻ ശ്രദ്ധിച്ചു വന്നു. ഒരു ദിവസം പെൺകുറുക്കൻ പറഞ്ഞു, കുറുക്കൻ ചേട്ടാ, എനിക്കിന്ന് മീൻ തിന്നാൻ വല്ലാത്ത കൊതി തോന്നുന്നു. അതൊരു വലിയ കാര്യമാണോ? നിനക്ക് മീൻ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ അത് കൊണ്ടുവന്നിട്ട് തന്നെ കാര്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ആൺകുറുക്കൻ മീൻ പിടിക്കാൻ പോയി.
പുഴക്കരയിലൂടെ നടന്നു പോകുമ്പോൾ കുറുക്കൻ ഇങ്ങനെ ചിന്തിച്ചു. ഭാര്യയോട് ഞാൻ മീൻ കൊണ്ടുവരാമെന്ന് വാക്ക് കൊടുത്തു. എനിക്കുണ്ടോ മീൻ പിടിക്കാൻ അറിയുന്നു? ഇനിയിപ്പോ ആ വാക്ക് പാലിക്കുന്നത് എങ്ങനെ? അങ്ങനെ ചിന്തകളിൽ മുഴുകി മുഴുകി കുറുക്കൻ ഒടുവിൽ പുഴക്കരയിൽ എത്തി. പുഴക്കരയിൽ ചടഞ്ഞിരുന്നു കൊണ്ട് വെള്ളത്തിൽ തുള്ളിച്ചാടുന്ന മീനുകളെ ആർത്തിയോടെ നോക്കാൻ തുടങ്ങി. പുഴ നിറഞ്ഞൊഴുകുന്ന വെള്ളം കണ്ടപ്പോൾ കുറുക്കന് പേടിയും തോന്നി. വെള്ളത്തിന്റെ ഒഴുക്ക് കണ്ട് പേടിച്ച കുറുക്കൻ ജീവൻ അപകടത്തിലാകാതെ മീൻ പിടിക്കാനുള്ള എളുപ്പ വഴി വല്ലതുമുണ്ടോ എന്ന് ആലോചിച്ചു. ഞാൻ ആദ്യം മീനിനെ പിടിച്ച് എനിക്ക് വലിയ ഭാഗം തന്നെ വേണം. ഞാൻ ആ മീനിനെ കരയ്ക്ക് കയറ്റാൻ സഹായിച്ചത് വലിയ ഭാഗം എനിക്ക് വേണം. അല്ലല്ല, എനിക്ക് ആദ്യം കിട്ടിയത്. അല്ലല്ല, എനിക്ക് ആദ്യം കിട്ടിയത്. അത് പറഞ്ഞാ പറ്റില്ല, എനിക്ക് വേണം. അത് പറഞ്ഞാ പറ്റില്ല, എനിക്കാ വേണ്ടതോ. ഞാൻ തരില്ല. എനിക്ക് തന്നെ വേണം. എനിക്ക് വേണം. താമസിയാതെ അവർ തമ്മിൽ കലഹമായി. കൗശലക്കാരനായ കുറുക്കൻ ഇങ്ങനെ ചിന്തിച്ചു. ഈ കീരികൾ എത്ര വിഡ്ഢികളാ! പിടിച്ച മീനിനെ ചൊല്ലി വഴക്ക് കൂടുന്ന കണ്ടില്ലേ? ഞാൻ അവിടെ ചെന്ന് ന്യായാധിപതിയായാൽ സംഗതി കുശാലാവും, മീനും കയ്യിലിരിക്കും. കുറുക്കൻ കീരികളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, കീരിക്കുട്ടികളെ, എന്താ നിങ്ങളുടെ പ്രശ്നം? ഏയ്, പ്രശ്നമൊന്നുമില്ലെന്നേ. ചുമ്മാ ഞങ്ങളൊരു വലിയ മീനിനെ പിടിച്ചു. ഇതിനെ എങ്ങനെ പങ്കുവെക്കണമെന്നാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. നോക്കൂ, വേണമെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. വേണമെങ്കിൽ പറഞ്ഞു, ഈ പ്രശ്നത്തെ ഞാൻ വളരെ ലളിതമായി പരിഹരിച്ചു തരാം. അങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. ഇനി ഇവനെന്തെങ്കിലും വിരോധമുണ്ടോ ആവോ? ഏയ്, എനിക്ക് വിരോധമൊന്നുമില്ല. അത് കൊള്ളാം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ കുറച്ചു നേരം കാത്തിരിക്കൂ. ഞാൻ പോയി ഒരു കത്തി കൊണ്ടുവരാൻ നോക്കട്ടെ. എന്നാ പിന്നെ മീനിനെ മുറിച്ച ശേഷം പങ്കുവയ്ക്കാമല്ലോ. ശരി, നിങ്ങൾ പോയി കത്തി കൊണ്ടുവരൂ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കാം. കുറുക്കൻ കത്തി അന്വേഷിച്ച് കാട്ടിലേക്ക് ചെന്നു. എന്നിട്ട് വലിയ ഒരു കത്തിയും എടുത്തുകൊണ്ട് സന്തോഷത്തോടെ തിരിച്ചെത്തി. കുറുക്കൻ വലിയൊരു കത്തിയും കൊണ്ട് തിരിച്ചു വരുന്നത് കീരിക്കുട്ടികൾ കണ്ടു. വരൂ കൂട്ടുകാരെ, ഇനി നമുക്ക് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് കുറുക്കൻ മീനിനെ 3 കഷ്ണങ്ങളാക്കി. ആദ്യം അതിന്റെ തല വെട്ടി, പിന്നെ വാലും. നീയല്ലേ മീനിന്റെ തലഭാഗം പിടിച്ചത്? അപ്പൊ തല നിനക്കുള്ളതാ. നീ പിടിച്ചത് മീനിന്റെ വാൽഭാഗം, അപ്പൊ വാല് നിനക്ക്. ഇപ്പോഴെല്ലാവരുടെയും ശ്രദ്ധ ബാക്കി വന്നിരിക്കുന്ന നടു കഷ്ണത്തിന്മേലാണ്. കുറുക്കൻ ആ കഷ്ണവും 2ആയി മുറിച്ചു ഭാഗിച്ചു തരും എന്നാണ് അവർ കരുതിയത്. പക്ഷേ കുറുക്കൻ ആ കഷ്ണം തന്റെ കയ്യിലെടുത്തു. കുറുക്കൻ ചേട്ടാ, ബാക്കിയുള്ളതും കൂടെ ഭാഗം വെക്കണ്ടേ? ഈ കഷണത്തെ ഓർത്ത് നിങ്ങൾ വെറുതെ വിഷമിക്കണ്ട. ഇത് എനിക്കുള്ള കൂലിയാണ്. ഞാനല്ലേ അത്രയും ദൂരം പോയി നിങ്ങൾക്ക് വേണ്ടി കത്തി എടുത്തോണ്ട് വന്നത്. ബുദ്ധിമുട്ടുള്ള ജോലിയുടെ ഫലം എല്ലാവരും അനുഭവിക്കണം. അതല്ലേ അതിന്റെ ശരി. അത് മാത്രമല്ല, ഞാൻ നിങ്ങളുടെ സുഹൃത്തല്ലേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടുക്കഷ്ണവും അടിച്ചെടുത്ത് കുറുക്കൻ നടന്നു തുടങ്ങി. കുറുക്കൻ ഏറ്റവും നല്ല കഷ്ണവും കൊണ്ടുപോകുന്നത് കീരിക്കുട്ടികൾ ഇങ്ങനെ നോക്കി നിന്നു. അതേസമയം എന്താണ് സംഭവിച്ചതെന്നും അവർക്ക് നല്ലവണ്ണം മനസ്സിലായി. പക്ഷേ സമയം വൈകിപ്പോയില്ലേ? ചേട്ടാ, ഇത് മണ്ടത്തരമായി പോയല്ലോ. നമ്മുടെ ഭാഗം നമ്മൾ തീരുമാനിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, മീനിന്റെ തലയും വാലും നമുക്ക് കെട്ടിവെച്ച് അവൻ നടുക്കഷ്ണവും കൊണ്ട് സ്ഥലം വിട്ടു. എന്തായാലും ആ കള്ളക്കുറുക്കന്റെ സമയം കൊള്ളാം. പണ്ടാരോ പറഞ്ഞു കേട്ടതാ ഇപ്പൊ ഓർമ്മ വരുന്നത്. 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള തർക്കം എപ്പോഴും മൂന്നാമതൊരുത്തിന് ഗുണകരമാവുമെന്ന്. ഇതിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാം. പങ്കുവെക്കുന്നതിലുണ്ടായ അഭിപ്രായ വ്യത്യാസം നമുക്ക് നാശത്തിന് കാരണമാകരുത്. നമ്മളെ മുതലെടുക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുകയരുത്. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? സുഹൃത്തുക്കളുമായി ഒരിക്കലും കലഹിക്കരുത്. രണ്ടാമത്തെ കീരി പറഞ്ഞതുപോലെ സുഹൃത്തുക്കൾക്കിടയിൽ കലഹമുണ്ടാകുമ്പോൾ മൂന്നാമനാണ് ലാഭമുണ്ടാക്കുന്നത്. ഈ കഥയുടെ സാരം ഒരിക്കലും നിങ്ങൾക്കിടയിൽ കലഹം വരുത്. നന്നായി മനസ്സിലായോ കൂട്ടുകാരെ?
ഒരു കുറുക്കൻ ഒരു കാട്ടിൽ ചുറ്റിക്കൊണ്ടേയിരുന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ട് കുറുക്കൻ തന്റെ പിൻഭാഗത്ത് ഒരു വേദന അനുഭവപ്പെട്ടതായി തോന്നി. എന്റെ ദൈവമേ, വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലോ. വേദന കൊണ്ട് തിരിഞ്ഞു നോക്കിയ കുറുക്കൻ തന്റെ വാല് ഒരു കുരുക്കിൽ കുടുങ്ങിയതായി കണ്ടു. അതിൽ നിന്നും ഊരുവാൻ വേണ്ടി അത് കഴിയുന്നതും ശ്രമിച്ചു നോക്കി. പക്ഷേ അതിന്റെ വാൽ വല്ലാതെ കുടുങ്ങിയിരുന്നു. അത് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഈ പ്രാവശ്യം അതിന്റെ മുഴുവൻ ശക്തിയും പ്രയോഗിച്ച് അത് വലിച്ചു നോക്കി. അയ്യോ, കഷ്ടമായി പോയി. എന്റെ ദൈവമേ, ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ കുറുക്കൻ തിരിഞ്ഞു നോക്കി. അതിന്റെ വാൽ ആ കുരുക്കിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പാവം, കുറുക്കന്റെ വാൽ പകുതി മുറിഞ്ഞു പോയിരുന്നു. എന്റെ വാല്, കൊറേ മുടിയുള്ള ഭംഗിയുള്ള എന്റെ വാല് ഇങ്ങനെ മുറിഞ്ഞു പോയല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യൂ? എന്റെ വാല്, എന്റെ ഭംഗിയുള്ള വാലില്ലാതെ ഞാൻ ബാക്കിയുള്ള കൂർക്കന്മാരെ എങ്ങനെ കാണും? അയ്യോ, എനിക്ക് നാണക്കേടായല്ലോ. കുറുക്കൻ ആലോചിച്ചുകൊണ്ടേ നടന്നു. അവസാനം അവൾ ഒരു വഴി കണ്ടെത്തി. അത് എല്ലാ കുറുക്കന്മാരെയും വിളിച്ചുകൂട്ടി ഒരു യോഗം നടത്തി. അപ്പോൾ ആ കുറുക്കൻ, ഞാൻ പറയണത് കേൾക്കൂ. എന്റെ വാല് ഞാൻ മുറിച്ചു കളഞ്ഞു, അതേപോലെ നിങ്ങളും മുറിച്ചോളൂ. ഞാൻ പറയണത് കേൾക്കൂ. കേട്ടാൽ നിങ്ങൾക്ക് നന്മ ഉണ്ടാകും. ഇവിടെ നോക്കൂ, ഇത്ര നീണ്ട വാല് കൊണ്ട് ഒരു കാര്യമില്ല, അപകടമേ ഉണ്ടാവൂ. മാത്രമല്ല, വേട്ടനായ്ക്കൾ നമ്മളെ പിടിക്കാൻ വരുമ്പോൾ ഈ വാല് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ എല്ലാവരും സംസാരിക്കാൻ ഒന്നു കൂടുമ്പോൾ ഈ വാൽ എന്ത് ചെയ്യുന്നെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയോ? നിങ്ങൾ കാലിൽ അത് കെട്ടിവെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിന്റെ പുറത്ത് നിങ്ങൾ ഇരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ നിങ്ങളെ വാലിന്റെ പുറത്ത് കാൽ വെക്കാൻ സമ്മതിക്കുന്നുണ്ടോ? പറയൂ, 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 വേഗം പറയൂ. നിങ്ങൾക്ക് ചിന്തിക്കാൻ ഇനിയും സമയമുണ്ട്. വാൽ എന്ന് പറയുന്ന ചങ്ങിളിൽ നിന്ന് പുറത്തേക്ക് വരൂ. വാലില്ലാത്ത ഒരു പുതിയ സമൂഹം ഉണ്ടാക്കാൻ എന്റെ കൂടെ വന്ന് ചേരൂ. നിനക്ക് മാത്രം ഭംഗിയുള്ള വാലുണ്ടെങ്കിൽ നീ ഇങ്ങനെയൊന്നും സംസാരിക്കത്തില്ല. നിന്റെ നാണം മറക്കുവാനും നിന്റെ സ്വന്തം ലാഭത്തിന് വേണ്ടി മാത്രമാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അവിടെയുള്ള എല്ലാ കുറുക്കന്മാരും അവരവരുടെ ഭംഗിയുള്ള വാല് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ കുറുക്കന്റെ മുമ്പിലൂടെ ചിരിച്ചുകൊണ്ട് നടന്നു. കുട്ടികളെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ സ്വയം ലാഭത്തിന് വേണ്ടി ആര് എന്ത് പറഞ്ഞാലും നമ്മളത് വിശ്വസിക്കരുത്.